ಹಲೋ ಅನ್ನು ನಾವು ಇಂದು ತಲುಪಿದ್ದೇವೆ. ಇದು ಯಾರು? ಅವನು ನನ್ನ ಕಾಲೇಜ್ ಫ್ರೆಂಡ್. നമ്മൾ ബാംഗ്ലൂർ പോയില്ലേ, ആ സ്റ്റോറി കണ്ടിട്ട് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. ആ അണ്ണു, ಹೌದು ಹೌದು, ಯದುಗುರಿ ವೆಂಕಟೇಶ್ವರ ರಾಜಶೇಖರ ರೆಡ್ಡಿ. എന്ന് വെച്ചാ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ ബാംഗ്ലൂരാണ് കിടക്കണേന്ന് നാലാൾ അറിയിട്ടില്ല. ನಾವು ബാംഗ്ലൂർ ಹುಡುಗಾರು. ಹೌದು, ഇന്നലെ എന്റെ അനി എറണാകുളത്ത് പോയെന്ന് പറഞ്ഞിട്ട് മാസ് സ്റ്റോറി ഇട്ടിരിക്കുന്നു. എറണാകുളത്ത് പോയ നിന്റെ അനിയൻ മാസാണെങ്കിൽ ബാംഗ്ലൂരിൽ പോയ നമ്മൾ ആരാ? മരണ മാസ്. അത് നമ്മ ഊരു ബാംഗ്ലൂരു. ബാംഗ്ലൂരൊക്കെ നമുക്കിപ്പോ അമ്മ വീട് പോലല്ലേ ബ്രോ. നെക്സ്റ്റ് വീക്ക് പോണ്ടേ? ഇന്നലെ എന്റെ ഡാഡി എന്റെ അടുത്ത് ചോദിക്കാണ്, ഇങ്ങനെ ആഴ്ചക്ക് തമ്പടിച്ച് കിടക്കാൻ ബാംഗ്ലൂരിൽ എന്താ ഉള്ളേന്ന്. എന്താ ഉള്ളേന്നാ? എന്താ ഉള്ളേ നീ പറ. എന്താ ഉള്ളേ നീ പറ. എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്തോ കാര്യമായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നല്ല ചിക്സ് ഉണ്ട്, നല്ല ഫുഡ് സ്പോട്ടും ഉണ്ട്. പക്ഷെ ഇതുവെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ ബ്രോ? എവിടെന്ന്? ബാംഗ്ലൂരിൽ പോയി ഒന്ന് സ്റ്റോറി ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. 4 സൈഡിൽ നിന്ന് ചറപറ മെസ്സേജ്. ഞാൻ ഷിമോഗയിലുണ്ടാ, ഞാൻ ദേവനഹള്ളിയിലുണ്ടാ, ഞാൻ മല്ലേശ്വരത്തുണ്ടാ. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ നിന്ന് ഗതി പിടിക്കാത്ത ഒട്ടുമിക്ക പൂത്തിരി വാണങ്ങളും ബാംഗ്ലൂരിൽ ടെന്റ് അടിച്ച് കിടക്കുകയാണെന്ന്. ഒന്ന് കാർക്കിച്ച് തുപ്പി ആ തുപ്പലി വന്ന് വീഴുന്ന ഒരു മലയാളിയുടെ മുഖത്തായിരിക്കും. ചിലവര് പഠിക്കാൻ പോകും, ചിലർ ചിക്സിനെയും കൊണ്ട് കറങ്ങാൻ പോകും. ഇത് രണ്ടുമില്ലാത്ത നമ്മളെന്തിനാടാ ബാംഗ്ലൂർ പോണേ? നമ്മ ഒരു ബാംഗ്ലൂരു.